അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ഐശ്വര്യ പി നാഥ്. എൻ്റെ പേര് ചിത്രകുമാർ. ഞങ്ങളൊരു ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ താഴെ പാസ്റ്ററിൻ്റെ നമ്പർ കൊടുത്തിരുന്നു, ജോഷ് പാസ്റ്ററിൻ്റെ. അങ്ങനെയാണ് പാസ്റ്ററിൻ്റെ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ നമ്പർ ഞങ്ങൾ സേവ് ചെയ്യുന്ന ടൈമിൽ പാസ്റ്ററിന് അറിയാതെ കോള് പോയി. അപ്പോൾ ടൈം ഏകദേശം ഒരു 10-11 മണിയായിരുന്നു. അതുകൊണ്ട് ആ ടൈം വിളിക്കണ്ടല്ലോ, പിന്നീട് വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കോള് ചെയ്യാതെ സേവ് ചെയ്ത് വെച്ചാണ് നമ്പർ. പക്ഷെ അറിയാതെ പാസ്റ്ററിന് കോള് ചെന്നു. പാസ്റ്റർ അന്നേരം ഞങ്ങളെ തിരിച്ച് വിളിച്ച ഉടനെ തന്നെ പാസ്റ്ററിന് ഞങ്ങളെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഞങ്ങൾ മുമ്പ് പാസ്റ്ററിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ പാസ്റ്റർ കോൾ എടുത്ത് ഹലോ വെച്ചത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുറേ പ്രവചനങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പാസ്റ്റർ പറഞ്ഞു തന്നു. ഞങ്ങൾ ആ വിളിക്കുന്ന സേവ് ചെയ്ത ടൈമിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നല്ല പ്രതിസന്ധി കൂടെ കടന്നു പോകുമായിരുന്നു. ഒരു മാസം മുമ്പാണ്, ഒരു മാസമായിട്ടില്ല, ഒരു 10-20 ദിവസം മുമ്പാണ് നമ്മൾ പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത്. ആ ടൈമിൽ ഞങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബിസിനസ്സിൻ്റെ ഒരു തകർച്ചയുടെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ പാസ്റ്റർ പറഞ്ഞു, കുറേ ആളുകളുടെ പേര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ ആളുകൾ ഞങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 4 പേരുടെ പേരാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ഡയറക്റ്റ്ലി ബന്ധമില്ലെങ്കിലും പുറത്തുള്ള ആളുകളാണ്. അവർ മുഖാന്തരം നമ്മൾക്ക് തകർച്ച ഉണ്ടാകുന്ന രീതിയിലാണ് പാസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മടുക്കാതെ പ്രാർത്ഥിക്കാനാണ് പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഹസ്ബൻഡും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 14-ാമത്തെ ദിവസമായപ്പോഴത്തേനും ഈ പറഞ്ഞ വ്യക്തികൾ, പാസ്റ്റ് പ്രവചനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞ് അറിയിച്ചു തന്ന ആ വ്യക്തികൾ മുഖാന്തരം ഞങ്ങളുടെ ചുറ്റുമുള്ള ഈ സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾ തകരാനിടയായി. അതേസമയം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റാതെ ദൈവം ഞങ്ങളെ ഉയർത്തി, ദൈവം ഞങ്ങളെ മാനിച്ചു. ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ടാവാതെ, ഞങ്ങളുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴപ്പങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ ആ വ്യക്തികളുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്നും എക്സാക്ട് റീസണും കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ദൈവം ഞങ്ങളെ അവിടുന്ന് ഉയർത്തി. ദൈവം ഈ പാസ്റ്റർ മുഖാന്തരം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി വരുവാനുള്ള കാര്യങ്ങളും ഓരോരോ പ്രവചനങ്ങളും അത് ഓരോ ദിവസങ്ങളായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ വലിയൊരു നന്മയാണ് നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ദൈവം അതുപോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. പാസ്റ്ററിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ അത്ര ക്ലാരിറ്റിയുള്ള പ്രവചനങ്ങളായിരുന്നു. ആ 14-ാമത്തെ ദിവസമായപ്പോഴത്തേനും ഞങ്ങൾക്ക് എത്രത്തോളം നന്ദി ദൈവത്തിന് പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ അന്നേരം പാസ്റ്ററിനെ വിളിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്ലാസ് പോലെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ഡൗൺ ആയ പാസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുമുണ്ട്. അപ്പം ദൈവത്തിന് മഹത്വം. പാസ്റ്ററിന് ഒരുപാട് നന്ദി. പാസ്റ്ററിനെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് ജീവിതങ്ങളെ രക്ഷിച്ച് എടുക്കാനായിട്ട് പാസ്റ്ററിന് സാധിക്കും. അതിനിയും ഒരുപാട് ഉയരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. കാരണം ഞങ്ങളുടെ ലൈഫ് അതുപോലെ തകർന്നു പോകേണ്ടതായിരുന്നു. അത് മാറ്റിയത് പാസ്റ്ററിലൂടെ ദൈവാത്മാവ് സംസാരിച്ചിട്ടാണ്. ദൈവത്തിന് മഹത്വം. ആമേൻ.